നെറ്റ്കോട്ട ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രാൻസിലേക്ക് സ്വാഗതം. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നെറ്റ്കോട്ടയാണ്. ഫാബ്രിക് വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ്. 42 ഇഞ്ചാണ്, 42.5 ഇഞ്ചാണ് ഇതിന്റെ വിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ പ്രൈസ് വന്നിരിക്കുന്നതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ്. 129 റുപ്പീസ് പെർ മീറ്ററിലാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും ഈ ഫാബ്രിക് വെച്ച് തന്നെയാണ്. വിത്ത് ലൈനിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് ആണ് നമ്മൾ കാണുന്നത് പീച്ച് കളറിലാണ്. പീച്ച് കളറിൽ തന്നെ ഡാർക്ക് പീച്ച് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് ഇതിനകത്ത് പോയിട്ടുള്ളത്. നെറ്റ്കോട്ട ഫാബ്രിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാലോ, ഒരു ചെക്ക് പാറ്റേണിലുള്ള ഡിസൈൻ, സെൽഫ് വീവിങ് പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ്. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു ഫാബ്രിക് കൊണ്ടുവരുന്നത്. നല്ല ഭംഗിയുള്ള ചില്ലി റെഡ് കളറിലുള്ള ഫ്ലവേഴ്സും അതുപോലെ പീച്ച് കളറിലുള്ള ഫ്ലവേഴ്സും ഒക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ലൈനിങ് വെച്ച് തന്നെ ചെയ്യണം. 129 റുപ്പീസ് ആണ് പെർ മീറ്റർ ഇതിന്റെ പ്രൈസ് വരുന്നത്. വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഫാബ്രിക് തന്നെയാണ്. പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് പിങ്ക് കളറിലാണ്. പിങ്ക് കളറിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ആണ് ഇതിനകത്തും പോയിട്ടുള്ളത്. പിങ്കിൽ തന്നെ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഞാൻ വെച്ച് കാണിച്ചു തരാം. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് എല്ലാം തന്നെ പോകുന്നത്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്. ഗ്രീനിനകത്ത് തന്നെ ബേസ് കളർ ഗ്രീൻ ആണ്. അതിനകത്ത് റെഡും അതുപോലെ യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. 129 റുപ്പീസ് തന്നെയാണ് ഇതിന്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാ വരികയെന്നൊന്ന് വെച്ച് നോക്കാം. ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് ആണ് ഇതിനകത്തൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വിഡ്ത്ത് 42.5 ഇഞ്ച് വിഡ്ത്തിലാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പീച്ചിന്റെ തന്നെ ഒരു കളറിലാണ്, വേറൊരു ടോണിലാണ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ട പീച്ച് കുറച്ച് ലൈറ്റ് ആയിരുന്നു, ഇപ്പൊ കാണുന്നത് കുറച്ച് ഡാർക്ക് ആണ്. അതിനകത്തും ഈ ഗ്രീനിൽ കണ്ട സെയിം ഫ്ലവേഴ്സ് തന്നെയാണ് ഇതിനകത്തും പോയിട്ടുള്ളത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് എല്ലാം തന്നെ പോകുന്നത്. റെഡ് കളറിലുള്ള റെഡും ഏകദേശം ഒരു മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളറിലേക്കൊക്കെ പോകുന്ന പോലത്തെ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സെയിം ഫാബ്രിക് ആണ്. ബ്ലൂ കളറിനകത്ത് ലാവൻഡർ കളറും പർപ്പിൾ കളറും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് പോയിട്ടുള്ളത്. വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാ വരികയെന്ന് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 42.5 ഇഞ്ചിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 129 റുപ്പീസ് പെർ മീറ്ററിലാണ്. അപ്പൊ ഒന്നുകൂടെ പറയട്ടെ, നെറ്റ്കോട്ടയാണ് ഫാബ്രിക്, ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക. നമുക്ക് ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷോപ്പിലും ഓൺലൈനിലും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.